ഹലോ ഫ്രണ്ട്സ്, A4 ഷീറ്റ് മാത്രം വെച്ചിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കിയതാണിത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ നേരെ അത് തിരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതാ രണ്ട് എൻഡും ഒരുപോലെ വരുന്ന വിധത്തിൽ ഒന്നത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ജസ്റ്റ് ഒന്ന് നിവർത്തിയതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒറ്റ ലൈൻ പോലെ നമ്മളിതാ ഫെവിക്കോളാണ് ഇതിൽ വരച്ചു കൊടുക്കുന്നത്. ഓവർ ആവാൻ വേണ്ടി പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പം എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. നമുക്ക് ഈ ഒരു രണ്ട് എൻഡ് മാത്രമേ ഒട്ടിപ്പിടിക്കണ്ടൂ ഈ കടലാസിൻ്റെ. ഓവറായി കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ലൈൻ പോലെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു അര ഇഞ്ച് മാത്രം എന്താ പറയുക ഗ്യാപ്പിൽ വെച്ചിട്ട് വേണം അതവിടെ ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 18 പേപ്പറാണ് ഞാൻ ഇതിന് ടോട്ടൽ ഇതുപോലെ മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരെണ്ണം അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അടുത്ത ഫോൾഡിങ് ആണ് കേട്ടോ. ഈ ഒരു വിധത്തിൽ ഒന്ന് മടക്കിയെടുക്കാം, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി വരച്ചെടുക്കാനുള്ള ടൈമായി. അതായത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് വരച്ചെടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാനിതാ ഒന്നും കൂടെ അതിൻ്റെ മേലെ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കത് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മളെ കുട്ടികൾക്കായാൽ കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്റ്റാറാണ്. കട്ട് ചെയ്യേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് പോലെ വരച്ചെടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് വേറെയുള്ള ഷേപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈന് മാറ്റാവുന്നതാണ്. ഇനി അതല്ല ഇത് തന്നെ കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അതിന് ശേഷം ഞാനൊരു കത്രിക വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്തിരി കൂടി വലിപ്പമുള്ളൊരു കത്രിക എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3-4 പീസൊക്കെ ഒന്നിച്ച് വെച്ച് വളരെ പെട്ടെന്ന് കട്ട് ചെയ്യാം. ഈ ഒരു കത്രിക വെച്ച് നമുക്കൊരു 2 പീസ് വെച്ചിട്ട് ഒപ്പരം വെച്ചിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ, ചെയ്ത് കിട്ടുമല്ലോ. വലിയ കത്രികയാണെങ്കിൽ നമുക്കൊരു 3-4-5 പേപ്പേഴ്സൊക്കെ ഒന്നിച്ച് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് വളരെ നീറ്റായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വിധത്തിലാണ് ഷേപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് നിവർത്തി വയ്ക്കാം. അങ്ങനെയുള്ള നമ്മളെ 18 പീസസും ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ കാണിക്കാം. കണ്ടില്ല, ഇതുപോലെ എല്ലാ പീസസും ഞാൻ ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, എല്ലാ പേപ്പറും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മേലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ലൈനായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ. നമ്മളത് ഒരുപാട് അങ്ങോട്ട് സ്പ്രെഡ് ആക്കേണ്ട കാര്യമില്ല, ഒറ്റ ലൈൻ മതി കേട്ടോ. പിന്നെ ആ എൻ്റെ ഭാഗത്തൊന്നും ഓവറായിട്ട് പശ നമ്മൾ തേക്കേണ്ട. കാരണം 2 പേപ്പറും കൂടെ ജോയിൻ ചെയ്തിട്ടല്ല ഉണ്ടാവുക, ആ ഒരു മടക്കുണ്ടല്ലോ. അപ്പം ഒരുപാട് പശ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ജോയിൻസൊക്കെ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എൻഡിൽ നമ്മൾ പശ വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ ലൈന് വളരെ തിന്നായിട്ടുള്ള ഒരു ലൈന് മാത്രം, ആ പേപ്പറിന്ന് ഒട്ടിപ്പിടിക്കാനുള്ളത് മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെ പശ വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുമല്ലോ, നമ്മൾ കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വരും. അപ്പോൾ ഞാനിത് ഒന്നൊന്നായിട്ട് 1 by 1 ആയിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ റിപ്പീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സെയിം പ്രൊസീജിയർ തന്നെ എന്താ പറയുക എൻഡ് വരെ ചെയ്യാം. അതായത് ഈ 18 പേപ്പേഴ്സും ഈ ഒരു വിധത്തിൽ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി ഇതെല്ലാ പേപ്പറും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നല്ല പോലെ ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മളിത് നിവർത്തിയെടുക്കാനായിട്ട് പോകുന്നത്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും അത് നല്ല പോലെ ഡ്രൈ ആയിട്ട് നല്ല രീതിക്ക് അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. ഇനി ഞാനിപ്പോൾ അതൊന്ന് നിവർത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. നല്ലൊരു അടിപൊളി സ്റ്റാറാണ്. നല്ല വൈറ്റ് പേപ്പറിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടല്ലേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇത് നീർത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഹാങ് ചെയ്തിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു നൂലോ അല്ലെങ്കിൽ അതിന് പറ്റിയ എന്തെങ്കിലും ഒരു സാധനം നമ്മളൊരു ചരടോ വെച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ. ഇല്ലെങ്കിൽ ഫെവിക്കോൾ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് സമയം അത് പിടിച്ച് വെക്കേണ്ടി വരും, അത് ഇളകി പോകില്ലെങ്കിൽ.
ഇത് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു നൂല് ഇതുപോലെ പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ആക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ നിവർത്തി എല്ലാ കാര്യങ്ങളും സെറ്റായതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ വേറെ ഏതെങ്കിലും ഒരു കളറ് മുറിച്ചെടുത്തിട്ട്, അതായത് പച്ച പേപ്പർ മുറിച്ചെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇതിലും അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ക്രിസ്മസ് സ്റ്റാർ നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അപ്പൂപ്പനെ ഉണ്ടാക്കുന്നതും ഇതുപോലെ വെറൈറ്റി സ്റ്റാർസ് ഉണ്ടാക്കുന്നതും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.